എങ്ങനെ പാട്ട് ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ടോ അതോ ചെറുപ്പം മുതലേ വീട്ടില് പഠിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ പാടുമോ? ഇല്ല, ഉം. ആകെ ഞാൻ മാത്രമേ ഞാൻ പാടുന്നുള്ളൂ. ഒറ്റപ്പാലത്തുകാരനാണ്, പാലക്കാടാണ്. മ്യൂസിക്കലി ഭയങ്കര പാലക്കാടല്ലേ? അതെ, ഞാൻ പാലക്കാടാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. മ്യൂസിക്കലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ. അപ്പൊ അതെ അതുകൊണ്ട് അതെ. ഞാൻ അമ്മയും അച്ഛനും ആരെങ്കിലും പാടുന്ന ആൾക്കാർ വീട്ടില് ആരെങ്കിലും അമ്മാവൻ അല്ലെങ്കിൽ അല്ല, അങ്ങനെ സീരിയസ് പാട്ടുകാരൊന്നും ആരുമില്ല, എന്നാലും ഞാൻ മാത്രമേ ഉള്ളൂ. പാടുന്നുണ്ടാവും, പക്ഷെ സീരിയസ് ആയിട്ട് ആ അപ്രോച്ച് മറ്റേ ചെയ്തിട്ടുണ്ടാവില്ല. മൂളിപ്പാട്ട് പോലത്തെ പാട്ട് ആ, എല്ലാരും പാടും. ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. പിന്നെ ഞാനും ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കണ ഉം, കണ്ടിട്ടാണ് ഉം, എൻ്റെ ഒരു വല്യച്ഛനും വല്യമ്മയും ഉം. കൊണ്ടുപോയി ഒരു ആ, മ്യൂസിക് ക്ലാസ്സിൽ ചേർത്തിട്ട് ആ, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഉം, പിന്നെ ഡിഗ്രി മ്യൂസിക് കോളേജിലായിരുന്നു, ഉം, ചെമ്പൈ മ്യൂസിക് ഉം. ആ, കോളേജിലായിരുന്നു ചെമ്പൈ പാലക്കാട്. മ്യൂസിക്. പിന്നെ ഉം, എപ്പോഴോ ഉം. അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി, ആ, പാട്ടിന്റെ പിന്നാലെ. അപ്പൊ അതിങ്ങനെ ഒരു പ്രൊഫഷൻ ആക്കി എടുക്കണം എന്നൊക്കെ വന്ന് തോന്നിയിട്ടുള്ള നിമിഷം എപ്പോഴായിരുന്നു? പ്രൊഫഷൻ ആക്കണം എന്ന് വിചാരിച്ചിട്ടില്ല, ആ, പാട്ട് വിടരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഉം. വേണം. പിന്നെ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മേഖല പാട്ട് തന്നെയാണെന്ന് ഉം, എനിക്ക് തോന്നി. ഉം, പ്രൊഫഷണലായോ ഉം, എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഉം, പ്രൊഫഷൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടുമില്ല, ഉം, പക്ഷെ ഇതിൽ ഞാൻ കംഫർട്ടബിൾ ആണ്. ഉം.